ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ. ഫസ്റ്റ് എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കണം കേട്ടോ, നനഞ്ഞിരിക്കുകയാണ്. എന്തായാലും കെട്ടി വെക്കാം. അപ്പം നമ്മുടെ കെട്ടി വയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാനൊരു സെക്കൻഡ് ഇത് മറന്നുപോയി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ തുടങ്ങാം. ഫസ്റ്റ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സിമ്പിളിൻ്റെ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഡാബ് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വിറ്റാമിൻ സി സിറോ ആണ്, വൈറ്റമിൻ സി സിറോ ആണ്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനൊരു ആൻറ്റി പിഗ്മെൻറ്റേഷൻ സീറം യൂസ് ചെയ്യുന്നുണ്ട്, പോൺസിന്. ഇതിൻ്റെ പുതിയതാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോയ്സ്ചറൈസർ. ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട്, ഫേസിലാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, 2-3 എണ്ണം ഉണ്ട് കേട്ടോ. അത് നല്ല റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്കിൻ കെയർ പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീനാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. സൺസ്ക്രീൻ എത്ര പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ഈ വാരി വലിച്ച് സൺസ്ക്രീൻ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതോടെ നമ്മുടെ സ്കിൻ കെയർ കഴിയുകയാണ്. അപ്പോൾ നമുക്കിനി മേക്കപ്പിലോട്ട് പോവാം. പ്രൈമറാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇടുന്നത്. ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യണില്ല, പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ സ്കിന്നിന് ഓക്കെ അല്ല, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. ഇത് ശരിക്കും ഇച്ചിരി നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്ന പ്രൈമറാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ല ഡിഫറൻസ്, ഒരു സൈഡ് ഇച്ചിരി ഗ്ലോ വന്ന പോലെ ഇല്ല. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ എന്താ പറയുക, ഫൗണ്ടേഷനൊന്നും ഇടണില്ല. കോമ്പാക്റ്റ് വെച്ചിട്ട് എനിക്ക് കുറച്ച് മാർക്സ് ഉണ്ട്, എനിക്ക് കുരു വന്ന പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് കവർ ചെയ്യണം. പിന്നെ ഇച്ചിരി പൗഡർ, എനിക്ക് ലൂസ് പൗഡറാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കണ്ണെഴുതണം, എൻ്റെ ഫേവറേറ്റ് മിഡ് നൈറ്റിൻ്റെ പെൻസിൽ വെച്ചിട്ട് കണ്ണെഴുതാം. അത് കഴിഞ്ഞിട്ട് മുകളിൽ എഴുതി കൊടുക്കാം, താഴെ എഴുതി കൊടുക്കാം. കണ്ണെഴുതിയപ്പോഴാണ് എനിക്കൊരു ജീവൻ വെച്ച പോലെ തോന്നിയത്. എപ്പോഴും എനിക്ക് അങ്ങനെയാണ്, കണ്ണെഴുതുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് ഒരു എന്താ പറയുക, ജീവനുണ്ടെന്ന് തോന്നില്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെയാണ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പരിപാടിയുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഐലൈനർ എടുത്തിട്ട് എൻ്റെ കോർണർ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഡ് നൈറ്റിൻ്റെ പെൻസിൽ വെച്ചിട്ട് തന്നെ മുകളിൽ എഴുതിയിട്ട് ജസ്റ്റ് സ്പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇട്ട ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കണ്ണിന് താഴത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു കളറ് ചെയ്യുന്നുണ്ട്. ആ കണ്ണെഴുത്തിൻ്റെ താഴത്ത് ജസ്റ്റ് എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കുക, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മസ്കാര ഇട്ട് കൊടുക്കണം. ഞാൻ ലാസ്റ്റാണ് മസ്കാര ഇടാറ് കേട്ടോ. അപ്പോൾ മസ്കാര ഇട്ട് കൊടുക്കണം. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ മേക്കപ്പും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി ഡ്രസ്സ് ചെയ്യണം, പിന്നെ ഹെയർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ മാരേജിന് ഇടാൻ പോകുന്ന ഡ്രസ്സ്. എൻ്റെ ഹെയർ നോക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട് കോമഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഹെയർ ടൈ ചെയ്യണം. ഞാൻ നേരില്ലാത്ത നേരത്തായതുകൊണ്ട് എനിക്ക് ഒത്തിരി സ്റ്റൈലൊന്നും കുത്തപ്പിനാറ് പണിയാൻ എൻ്റെ തലയിൽ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.